19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ശീഘ്രസ്ഖലനം എന്ന പരാതിയുമായിട്ട് എൻ്റെ മുമ്പിൽ വന്നു. ഒരു സെക്സോളജിസ്റ്റ് എന്ന ലെവലിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ് ഉണ്ടായത്. ഈ 19 വയസ്സായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ഭാഷയിൽ അവൻ കുട്ടി മാത്രമാണ്, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ശീഘ്രസ്ഖലനം എന്ന ഒരു പരാതിയുമായിട്ട് ഒരു ഡോക്ടറെ സമീപിക്കേണ്ട അവസ്ഥ എപ്പോഴാണ് വരുന്നത്? ഞാൻ കുട്ടിയോട് ചോദിച്ചു, മോൻ മാസ്റ്റർബേറ്റ് ചെയ്തപ്പോഴാണോ, അതായത് സ്വയംഭോഗം ചെയ്തപ്പോഴാണോ, അതെയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോഴാണോ മോൻ ഈ ശീഘ്രസ്ഖലനം അനുഭവപ്പെട്ടത്? അവൻ പറയുന്നത് അവൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ച ഒരവസ്ഥയിൽ യോനിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനുള്ളിൽ തന്നെ, അതിന് മുമ്പ് തന്നെ സ്ഖലനം സംഭവിക്കുകയുണ്ടായി. ഓക്കെ, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസരമുണ്ടായതോടുകൂടി ആ പെൺകുട്ടി, അഥവാ ഒരുപക്ഷെ അവൻ്റെ ഗേൾഫ്രണ്ട് ആയിരിക്കാം, ആ പെൺകുട്ടി വളരെ വ്യാകുലപ്പെടുകയും അതായത് ഇദ്ദേഹത്തിന് ഒരു കഴിവില്ലാത്ത വ്യക്തിയാണെന്നുള്ളൊരു തോന്നലുണ്ടാക്കുകയും ചെയ്തു. അവർ തമ്മിലുള്ള സംസാരം ആ രീതിയിൽ എന്തോ നീങ്ങുകയുണ്ടായി. പെൺകുട്ടിയുടെ ഈ രീതിയിലുള്ള അവഹേളനം കൊണ്ടാകാം എന്തുകൊണ്ടോ ഇവൻ വളരെ മാനസികമായിട്ട് വല്ലാതെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായി കണ്ടു. വാസ്തവത്തിൽ ഈ 19 വയസ്സുകാരൻ, അതായത് 19 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിക്ക് ശീഘ്രസ്ഖലനം എന്ന് നമുക്ക് അതിനെ നിർവചിക്കുവാൻ കഴിയില്ല. കാരണം ആദ്യത്തെ അറ്റംപ്റ്റാണ്. ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന ഏത് വ്യക്തിക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതായത് പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുക എന്നുള്ളത്. അത് ചിലപ്പോൾ യോനിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ സംഭവിക്കാം. ഇതൊരു അസുഖമല്ല, ഒരു അവസ്ഥയുമല്ല, അതൊരു സ്വാഭാവിക പരിണാമം മാത്രമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് വളരെയധികം പ്രശ്നങ്ങളുണ്ടാകും. തനിക്കിനി ഒരിക്കലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുകയില്ലേ, അല്ലെങ്കിൽ തനിക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ തൻ്റെ ഇണയെ തൃപ്തിപ്പെടുത്താൻ കഴിയുകയില്ലേ, ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഒരു കാര്യം പറയട്ടെ, ലൈംഗികതയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പഴയ കാലഘട്ടത്തിലുള്ളതുപോലെ നിയന്ത്രണങ്ങളില്ല. അതായത് ചെറിയ കുട്ടികൾ പോലും അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് ഉണ്ടാക്കിയെടുക്കുന്നത്, ഇൻ്റർനെറ്റിലും മറ്റുമായിട്ട് അറിവ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത്ര അറിവ് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് അവർ പല തെറ്റിദ്ധാരണകളിലേക്കും പോകാറുണ്ട്. ഏതായാലും ഈ കുട്ടി ശീഘ്രസ്ഖലനത്തെക്കുറിച്ച് വളരെയധികം റിസർച്ച് നടത്തുകയും അദ്ദേഹം വളരെയധികം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുകയും ഉണ്ടായി. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്നത്തെ ഇൻ്റർനെറ്റ് വഴിക്കും അതായത് AI വഴിക്കും കുട്ടികൾക്ക് ഒത്തിരി അറിവുകൾ ലഭിക്കുന്നുണ്ട്. ആ അറിവുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയം ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്കൊരു ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം, അതായത് വളരെ ചെറുപ്രായത്തിൽ, അഡോളസെൻ്റ് പ്രായത്തിൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 13 മുതൽ 18 അല്ലെങ്കിൽ 19 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടി സ്വയംഭോഗം ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുന്നതായി കാണാം. ഇതിനൊരു ചികിത്സ ആവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം വിവാഹ ജീവിതം ശരിയായ രീതിയിലേക്ക് വരുമ്പോൾ അപ്പോഴാണ് ശരിക്കും അതിനകത്ത് സ്ഖലനം എത്രത്തോളം സമയം കിട്ടുന്നുണ്ട്, കൺട്രോൾ എത്രത്തോളം വരുന്നുണ്ട്, ഇതൊക്കെ നോക്കേണ്ടത്. അതല്ലാതെ ഒരൊറ്റ തവണ സ്വയംഭോഗം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആദ്യമായി സ്വയംഭോഗം ചെയ്യുമ്പോൾ സമയമില്ല, അപ്പോൾ കൂട്ടുകാരോട് ഇത് ഡിസ്കസ് ചെയ്തു, അതിനുശേഷം എന്നാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിലേക്ക് പോകുന്നു, കണ്ടമാനം സെർച്ച് ചെയ്യുന്നു, ഓൺലൈൻ വഴിക്ക് ലഭിക്കുന്ന പല മരുന്നുകൾ വാങ്ങിക്കഴിക്കുന്നു, പിന്നെ എന്നിട്ടും ഇതിന് ഫലം കിട്ടാതെ വരുമ്പോൾ ആകെപ്പാടെ ഒരു ആശങ്കയിലേക്ക് പോകുന്നു. ഇതൊക്കെയാണ് കണ്ടുവരുന്നത്. ശരിക്കും ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത് നാം എന്താണ്, അതിനെ നിർവചിക്കേണ്ട എങ്ങനെയാണ്? ഒരു വിവാഹം കഴിഞ്ഞ വ്യക്തി ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആദ്യത്തെ ആഴ്ചയും അടുത്ത ആഴ്ചയും നമുക്ക് തള്ളിക്കളയാം. അതിനുശേഷം ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റെങ്കിലും സമയം കിട്ടുന്നില്ലെങ്കിൽ, ചുരുങ്ങിയത് 3 മിനിറ്റെങ്കിലും കിട്ടണം. അതിന് മാത്രമാണ് നമ്മൾ ശീഘ്രസ്ഖലനം എന്ന് പറയേണ്ടത്. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം 1 മിനിറ്റിന് താഴെയാണ് കിട്ടുന്നതെങ്കിൽ, അഥവാ 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെയൊക്കെ കിട്ടുന്നുള്ളെങ്കിൽ അത് നമുക്ക് ശീഘ്രസ്ഖലനം എന്ന് പറയാൻ പറ്റും. അപ്പോൾ ശീഘ്രസ്ഖലനം ഏതെല്ലാം രൂപത്തിലുണ്ട്? അതായത് ലൈഫ് ലോങ് ആയിട്ടുള്ള, അതായത് ജന്മന ഉള്ള ശീഘ്രസ്ഖലനം ഒരു അസുഖമല്ല, ഒരവസ്ഥയാണ്. ചിലർക്ക് ഉയരം കുറഞ്ഞിരിക്കും, ചിലർക്ക് ഉയരം കൂടിയിരിക്കും, ചിലർ കറുത്ത നിറമുള്ളവരായിരിക്കും, ചിലർ വെളുത്ത നിറമുള്ളവരായിരിക്കും. അതുപോലെ അത് അവരുടെ പ്രകൃതമാണ് എന്ന് പറഞ്ഞതുപോലെ ജന്മന ഉള്ള ശീഘ്രസ്ഖലനം, സത്യം പറയട്ടെ, അതൊരു അസുഖമല്ല, ഒരവസ്ഥയാണ്. ഇങ്ങനെ ഈ അവസ്ഥ അനുഭവപ്പെടുന്ന, അതായത് അങ്ങനെ അവസ്ഥ അനുഭവപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കടുത്ത നിരാശയിലേക്ക് പോവുകയും ദാമ്പത്യ ജീവിതം ബുദ്ധിമുട്ടായി മാറാറുമുണ്ട്. എന്നാൽ ഒരു കാര്യം പറയാം, ഇതിന് ഇന്ന് വ്യക്തമായ പരിഹാരമുണ്ട്. പല അവസ്ഥകൾക്കും നമുക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നത് മറ്റൊരു രൂപത്തിലാണ്. ചിലപ്പോൾ മരുന്ന് കൊണ്ട് പറ്റും, ചിലപ്പോൾ ചില രീതികൾ, അതായത് വ്യായാമം വഴിക്ക് പറ്റും, ചിലപ്പോൾ
ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചെയ്യേണ്ട ചില ബിഹേവിയറൽ തെറാപ്പി, അതായത് ആ രൂപത്തിൽ പറ്റും. അങ്ങനെയുള്ള പല രീതിയിൽ കൂടിയും ലൈഫ് ലോങ് ആയിട്ടുള്ള അഥവാ നിരന്തരം കണ്ടുവരുന്ന സ്ഥിരമായി കണ്ടുവരുന്ന ശീഘ്രസ്ഖലനം നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും. ശീഘ്രസ്ഖലനം മാറ്റിയെടുക്കുന്നില്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, തുടക്കത്തിൽ അതായത് വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ 2-3 മാസം വരെ ദമ്പതികൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നു. അതിനുശേഷം തൻ്റെ ഇണ മറ്റ് സുഹൃത്തുക്കളുമായി സംസാരിക്കുകയും അതിനുശേഷം അവർക്ക് രതിമൂർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സ്ത്രീക്ക് ഒരിക്കലും രതിമൂർച്ച ലഭിക്കില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവർ ഈ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ മറ്റു കൂട്ടുകാരികൾ പറയുന്നതനുസരിച്ച് അവരിതിലേക്ക് ഇദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങുകയും അങ്ങനെ സംസാരത്തിലേക്ക് വരുമ്പോൾ രതിമൂർച്ച ഉണ്ടാകാത്തതിൻ്റെ കാരണം താനാണല്ലോ എന്ന് കരുതി ഇദ്ദേഹം നിരാശയിലേക്ക് പോകുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥ വരാറുണ്ട്. എന്നാൽ ഇതിന് വ്യക്തമായ ചികിത്സയുണ്ട്. അത്തരം ശീഘ്രസ്ഖലനങ്ങൾക്ക് വ്യക്തമായ ചികിത്സയുണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദമ്പതികൾക്ക് സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയും, സ്ത്രീക്ക് രതിമൂർച്ച ഉണ്ടാകുകയും ചെയ്യും. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചികിത്സ നടത്തുന്നില്ലെങ്കിൽ ഇവർ തമ്മിലുള്ള കലഹം ആരംഭിക്കുകയായി. ഈ കലഹം സാധാരണഗതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇദ്ദേഹം ക്ഷണിക്കുമ്പോൾ, അതായത് പുരുഷൻ സമീപിക്കുമ്പോൾ സ്ത്രീ ഒഴിഞ്ഞു മാറുന്ന അവസ്ഥ വരും. മാത്രമല്ല ചിലപ്പോൾ ചില സ്ത്രീകൾ ഇവരെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. വെറുതെ എൻ്റെ സമയം എന്തിനാ കളയുന്നത്, വെറുതെ എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. മാത്രമല്ല ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയരോഗം ഉടലെടുക്കും. തൻ്റെ കഴിവുകേട് കൊണ്ട്, അതായത് ആ സ്ത്രീയുടെ സൗന്ദര്യക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കഴിവുകേട് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ തൻ്റെ ഇണയ്ക്ക് അതായത് ഭർത്താവിന് തന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ മറ്റേതെങ്കിലും സ്ത്രീകളുമായി ബന്ധമുള്ളത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ധാരണ അവർക്ക് ഉടലെടുക്കുന്നു. ഇത് വീണ്ടും കലഹത്തിലേക്ക് പോകുന്നു. കലഹം ഉടലെടുക്കുന്നതോടുകൂടി പുരുഷൻ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത്, വൈകി വീട്ടിലെത്തുക, അതുപോലെ തന്നെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. അപ്പോൾ ആദ്യം സ്ത്രീ ആയിരുന്നു കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത്, പിന്നെ പുരുഷനാവും എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥകൾ സംഭവിക്കുന്നതോടുകൂടി കുടുംബ കലഹം ആരംഭിക്കുകയായി. ഈ ശീഘ്രസ്ഖലനമുള്ള വ്യക്തികൾക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. യോനിക്കുള്ളിലേക്ക് ലിംഗം കടക്കാതെ തന്നെ ചിലപ്പോൾ ശുക്ലം ഉള്ളിൽ പ്രവേശിക്കാറുണ്ട്, അങ്ങനെ കുട്ടികൾ ഉണ്ടാകാറുമുണ്ട്. അത് കഴിഞ്ഞ് കുട്ടികളുമായിട്ട് കലഹിക്കുക, ഈ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് സ്ത്രീകൾ പോകുന്നതായി കാണാറുണ്ട്. ശരിക്കും എന്തുകൊണ്ടാണ് ശീഘ്രസ്ഖലനം ഉണ്ടാകുന്നത്? ശീഘ്രസ്ഖലനം ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം സിറോട്ടോണിൻ എന്ന ഒരു കെമിക്കൽ അഥവാ ഒരു ന്യൂറോ കെമിക്കലിൻ്റെ അളവിൻ്റെ പ്രശ്നമാണ്. സിറോട്ടോണിൻ ആവശ്യത്തിന് തലച്ചോറിലും മറ്റ് ഞരമ്പുകളുടെ അതിൻ്റെ സിനാപ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അവിടെയൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ ശീഘ്രസ്ഖലനം ഉണ്ടാകുകയില്ല. മാത്രമല്ല നല്ല രീതിയിൽ സമയം കിട്ടുകയും ചെയ്യും. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ശീഘ്രസ്ഖലനം അതായത് സിറോട്ടോണിനെ നിർവീര്യമാക്കുന്ന ചില ഘടകങ്ങൾ ജനിതകമായി ഉണ്ടാകാറുണ്ട്. അത്തരം ജനിതക ഘടനയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശീഘ്രസ്ഖലനം ഉണ്ടാകുക തന്നെ ചെയ്യും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇതിനൊരു പാരമ്പര്യ ഘടകമുണ്ടെന്നുള്ളത്. അങ്ങനെ ആ പാരമ്പര്യ ഘടകം ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സിറോട്ടോണിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ് ഡോക്ടർമാർ ചെയ്യാറുള്ളത്, അഥവാ അതിൻ്റെ ചികിത്സാ മാർഗവും അതാണ്. അപ്പോൾ ആ ചികിത്സാ മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് സമയം ലഭിക്കുന്നതായി കാണുന്നുണ്ട്. സിറോട്ടോണിൻ എന്ന ആ ന്യൂറോ കെമിക്കൽ തീർച്ചയായിട്ടും ശരീരത്തിൽ, അതായത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉണ്ടാക്കുവാൻ അഥവാ ഉണ്ടായതിനെ നിർവീര്യമാക്കാതിരിക്കുവാൻ, ഉണ്ടായത് സ്വാഭാവികമായിട്ട് നിർവീര്യമായി പോകും, അതിൻ്റെ നിർവീര്യമാകുന്ന സമയം കൂട്ടിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശീഘ്രസ്ഖലനം മാറ്റിയെടുക്കാൻ കഴിയും. ഇന്ന് ഒട്ടനവധി മരുന്നുകൾ ആ രൂപത്തിലുണ്ട്. അതായത് ദിവസവും കഴിക്കേണ്ട മരുന്നുകളുണ്ട്. അതുപോലെ തന്നെ ബന്ധപ്പെടുന്നതിന് ഒരു 3 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ മാത്രം കഴിക്കേണ്ട മരുന്നുകളുണ്ട്. അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശീഘ്രസ്ഖലനം ഒരു പരിധിവരെ മാറ്റിയെടുക്കുവാൻ കഴിയുന്നുണ്ട്. ദമ്പതികൾക്ക് സന്തോഷത്തോടെ ജീവിക്കുവാനും കഴിയുന്നുണ്ട്. ഇനി അതുകൂടാതെ കീഗൽ എക്സസൈസ് പോലെയുള്ള ചില വ്യായാമങ്ങൾ ചെയ്യുകയാണെങ്കിൽ ന്യൂറോണൽ കൺട്രോൾ കുറച്ചുകൂടി വരുന്നതായി കാണാം. അതും ശീഘ്രസ്ഖലനത്തിന് ഉപകരിക്കുന്ന ഒന്നാണ്. ഇനി ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ സാധാരണ രീതിയിൽ ഒരു ട്രെയിനിങ്ങിലേക്ക് പോവുക. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ലിംഗം സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് ആ സ്വയംഭോഗം നിർത്തിവെച്ചിട്ട് ലിംഗത്തിൻ്റെ
കുറച്ച് പ്രഷർ കൊടുക്കുക, അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന രീതിയിൽ ലിംഗത്തിൻ്റെ തലഭാഗം ഞെക്കി പിടിക്കുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്വയംഭോഗം ചെയ്യുക. ഇങ്ങനെയുള്ള സ്വയംഭോഗം ചെയ്യുന്ന ഒരു രീതി വഴിക്ക് അവർക്ക് അവരുടെ ബ്രെയിൻ ആ രീതിയിൽ ട്രെയിനിങ്ങിലേക്ക് പോകുന്നു. അതുവഴിക്കും ശീഘ്രസ്ഖലനം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം ശീഘ്രസ്ഖലനം വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അടുത്തത്, ഈ ശീഘ്രസ്ഖലനം ഉണ്ടാകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരുടെയും സമയം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 10 മിനിറ്റ് വേണ്ടിവരുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഒരിക്കലും ഒരു പുരുഷനെ കൊണ്ട് അത് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് മതിയായ ഫോർപ്ലേ, അതായത് അതിനു മുമ്പ് തന്നെ ക്ലൈറ്റോറിസ്, യോനി, സ്ഥലങ്ങൾ ഇതൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവർക്ക് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു രതിമൂർച്ചയിലേക്ക് അടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം തൻ്റെ സമയത്തിനനുസരിച്ച് ബന്ധപ്പെടുക. അതായത് 2-3 മിനിറ്റ് കിട്ടുന്നുണ്ടെങ്കിലും ഈ രീതിയിലുള്ള ആദ്യം നല്ല രീതിയിലുള്ള ഫോർപ്ലേ നടത്തി നല്ല രീതിയിൽ അവരെ ഉത്തേജിപ്പിച്ച് രതിമൂർച്ചയിലേക്ക് അടുക്കുന്ന സമയത്ത് ലൈംഗിക ബന്ധത്തിലേക്ക് വരിക. അതും നല്ലൊരു അവസ്ഥയാണ്, നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൂടാതെ തന്നെ അഥവാ ശീഘ്രസ്ഖലനം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ഇവർക്ക് രതിമൂർച്ചയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവരുടെ ക്ലൈറ്റോറിസും മറ്റ് തുടർന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലെങ്കിലും രതിമൂർച്ച ലഭിക്കുന്ന അവസ്ഥ കണ്ടുവരാറുണ്ട്. ഇനി ഞാനിവിടെ പറഞ്ഞത് ദമ്പതികൾ തമ്മിലുള്ള കലഹമുണ്ടാകുന്നതിന് ശീഘ്രസ്ഖലനം വലിയൊരു ഘടകമാണെന്നുള്ളതാണ്. ആ ഘടകത്തിന് അഥവാ ശീഘ്രസ്ഖലനത്തിന് വ്യക്തമായ ചികിത്സയുണ്ട്. ആ ചികിത്സ നൽകുകയാണെങ്കിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും, കുടുംബത്തിലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുവാനും കഴിയും. ഇനി ഇതുകൂടാതെ ശീഘ്രസ്ഖലനം മറ്റൊരു രൂപത്തിൽ വരാറുണ്ട്. ഒരു പ്രശ്നവുമില്ലാതിരുന്ന ഒരു വ്യക്തിക്ക് വളരെ സമയം കുറഞ്ഞു വരുന്നു. അതായത് സമയം കുറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഏതെങ്കിലും രോഗാവസ്ഥ, അതായത് അത് തൈറോയ്ഡ് ആവാം, അതുപോലെ തന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആവാം, ഇനി വേറെ രീതിയിലുള്ള രക്തക്കുഴൽ സംബന്ധമായ പ്രശ്നമാകാം, ഞരമ്പുകളുടെ പ്രശ്നങ്ങളാകാം. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ശീഘ്രസ്ഖലനമാണെന്ന് അവർ തെറ്റിദ്ധരിക്കും. വാസ്തവത്തിൽ അതൊരു മറ്റൊരു രോഗത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ്. മിക്കപ്പോഴും ഇത് കണ്ടുവരുന്നത്, ഞങ്ങൾക്ക് ഒട്ടനവധി കേസുകൾ കിട്ടുന്നത് തൈറോയ്ഡ് സംബന്ധമായതാണ്. അതായത് തൈറോയ്ഡിൻ്റെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിലൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു, അവർക്ക് വേറെ യാതൊരു ലക്ഷണങ്ങളും കാണുകയില്ല. അങ്ങനെ വരുന്ന വ്യക്തികൾ അവർക്ക് പറയുന്നത് അവർ ശീഘ്രസ്ഖലനം എന്ന പേരിലാണ് ഇവിടെ വരാറുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ ലൈംഗികമായിട്ടുള്ള ബലക്കുറവ് എന്ന പേരിലും. ഇതിൻ്റെ കാരണം തൈറോയ്ഡ് ഹോർമോൺ ഇതിനെ വളരെയധികം നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ്. അങ്ങനെ തൈറോയ്ഡിൽ വ്യതിയാനം വരുന്നതോടുകൂടി ശീഘ്രസ്ഖലനം അനുഭവപ്പെടുന്നു. ഈ ശീഘ്രസ്ഖലനമായി വരുന്ന വ്യക്തികൾക്ക് ഞങ്ങൾ എല്ലാ പരിശോധനകളും നടത്തുമ്പോൾ തൈറോയ്ഡിൻ്റെ പ്രശ്നം വളരെയധികം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തൈറോയ്ഡിനുള്ള മരുന്ന് കഴിക്കുകയാണെങ്കിൽ അവരുടെ ശീഘ്രസ്ഖലനം മാറി വരുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ രോഗവും കണ്ടുപിടിക്കുന്നു, ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സയും അവിടെ പൂർത്തീകരിക്കപ്പെടുന്നു. അതല്ലാതെ അവർക്ക് ഈ രീതിയിലുള്ള, അതായത് സെറോട്ടോണിൻ ഉയർത്താനുള്ള മരുന്ന് കൊടുക്കുകയോ അങ്ങനെ അവരെ ഈ തൈറോയ്ഡിൻ്റെ പ്രശ്നം കാണപ്പെടാതെ പോവുകയും വരുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഒരിക്കലും പരിശോധനകൾ നടത്താതെ, അതായത് ശീഘ്രസ്ഖലനം രണ്ടാമതായി അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരിശോധനകൾ നടത്താതെ താൽക്കാലികമായിട്ടുള്ള മരുന്നുകൾ നൽകുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ രോഗം വളർന്ന് പന്തലിച്ച് അതൊരു പ്രശ്നമായി മാറും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം എന്താണ് കാരണമെന്ന് അറിയാൻ വേണ്ടി കംപ്ലീറ്റ് പരിശോധനകൾ നടത്തുകയാണ് വേണ്ടത്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഞരമ്പുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പ്രമേഹത്തിൻ്റെ ആരംഭമാകാം. പ്രമേഹത്തിൻ്റെ ആരംഭത്തിലും ശീഘ്രസ്ഖലനമായിട്ടാണ് ചിലപ്പോൾ രോഗികൾ വരാറുള്ളത്. ശീഘ്രസ്ഖലനം അല്ല ശരിക്കും അത് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ശുക്ലം പെട്ടെന്ന് പോകുന്നതായി അവർക്ക് തോന്നും. ശുക്ലം പെട്ടെന്ന് പോകുന്നതിൻ്റെ അവസ്ഥ ശരിക്കും അവിടെ അവർക്ക് ഉണ്ടായിരിക്കുന്ന ശേഷിക്കുറവാണ്. അപ്പോൾ എന്താണ് കാരണമെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സയിലേക്ക് പോവുകയാണ് അവിടെ വേണ്ടത്. ഇനി തലച്ചോറിനെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ, അതായത് മൾട്ടിപ്പിൾ സ്ക്ലിറോസ്, പാർക്കിൻസോണിസം, ഇങ്ങനെയുള്ള പല അസുഖങ്ങളിലും ഒന്നുകിൽ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവായിട്ട് അനുഭവപ്പെടാം, അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള സമയക്കുറവായിട്ട് അനുഭവപ്പെടാം. ഇത്തരം അവസ്ഥകളിലും നാം പരിശോധനകൾ നടത്താതെ കാരണങ്ങൾ കണ്ടുപിടിക്കാതെ ഒരു മരുന്ന് നൽകുന്നത് കൊണ്ട് രോഗിയെ ശിക്ഷിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രോഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലൈഫ് ലോങ് ആയിട്ട്, അതായത് ജനിതകമായിട്ട് കണ്ടുവരുന്ന ശീഘ്രസ്ഖലനത്തിന് എത്ര കാലം മരുന്ന് കഴിക്കേണ്ടി വരുമെന്നുള്ളത്. അത് നമുക്കൊരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്നിരുന്നാലും
മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കീഗൽ എക്സസൈസ്, അതുപോലെ തന്നെ ബിഹേവിയറൽ തെറാപ്പി, അതായത് കുറച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ സ്വതവേയുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ തന്നെ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ മരുന്നുകളില്ലാതെ തന്നെ കാര്യങ്ങൾ സാധിക്കുന്നതാണ്. എന്നാൽ മരുന്ന് ഒഴിവാക്കുന്നതോടുകൂടി വീണ്ടും ശീഘ്രസ്ഖലനം കാണപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ മരുന്ന് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ കുടുംബകലഹത്തിലേക്ക് അത് പോകാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ശീഘ്രസ്ഖലനം ഒരു കാരണവശാലും ചികിത്സിക്കാതെ ഒഴിവാക്കി കളയേണ്ട ഒരു അവസ്ഥയല്ല. ശീഘ്രസ്ഖലനം അങ്ങനെ ചികിത്സിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുടുംബകലഹമുണ്ടാകും എന്നുള്ളത് മാത്രമല്ല, മറ്റു രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങളിലേക്ക് പോവുകയും വിവാഹമോചനത്തിലേക്ക് വരെ അത് പോകാറുണ്ട്. ചുരുക്കി പറയട്ടെ, ലൈംഗിക ശേഷിക്കുറവ്, ശീഘ്രസ്ഖലനം, ഇതൊക്കെ ഒരു പുരുഷനെ ബാധിക്കുന്ന സാധാരണ പ്രശ്നങ്ങളാണെങ്കിൽ കൂടി അതിനുള്ള പരിഹാരം ശരിയായ പരിശോധനകൾ വഴി കണ്ടുപിടിച്ച് ആ പരിശോധനകളിലൂടെ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനുള്ള ചികിത്സ നൽകുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ ചികിത്സ നൽകാതിരിക്കുകയാണെങ്കിൽ ശാരീരികമായി മറ്റ് അസുഖങ്ങളുണ്ടെങ്കിൽ ആ അസുഖങ്ങൾ വളർന്നു വരുന്നതിനും അതൊരു പ്രശ്നമായി മാറുന്നതിനും കാരണമാകാറുണ്ട്. എല്ലാ മാരക രോഗങ്ങളുടെയും ആദ്യത്തെ പ്രതിഫലനം ലൈംഗിക പ്രശ്നങ്ങളായിട്ടാണ് കാണപ്പെടാറുള്ളത്. അതായത് ഹാർട്ട് അറ്റാക്ക്, അതിനാദ്യം കാണുന്നത് ലൈംഗിക ശേഷി കുറവുണ്ടാകുകയാണ്. അതുപോലെ തന്നെ പാർക്കിൻസോണിസം, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ഇങ്ങനെ ഞരമ്പുകളെ സംബന്ധിക്കുന്ന പ്രശ്നം, പ്രമേഹം, പ്രഷർ, ഇതിലൊക്കെ മിക്കപ്പോഴും എന്താണെന്ന് വെച്ചാൽ ആദ്യ ലക്ഷണം നമുക്ക് അനുഭവപ്പെടുന്നത് ലൈംഗിക പ്രശ്നമായിരിക്കും. അങ്ങനെ ലൈംഗിക പ്രശ്നങ്ങൾ ഏതെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണം ഒളിച്ചിരിപ്പുണ്ട്. ആ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ചികിത്സ നൽകുകയാണ് വേണ്ടത്. അത് ശീഘ്രസ്ഖലനമാകട്ടെ, ശേഷിക്കുറവാവട്ടെ, താല്പര്യക്കുറവാവട്ടെ, ലൈംഗികമായ പ്രശ്നങ്ങൾ എന്തു തന്നെ ആവട്ടെ, അതിനുള്ള ചികിത്സ ഞങ്ങൾ നൽകുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് വ്യക്തമായ അതായത് ആധുനിക ചികിത്സ വഴിക്ക് നിങ്ങൾക്കതിൻ്റെ പ്രയോജനം ലഭിക്കുവാനും കഴിയും. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ്, മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്.